കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്ന വീണ്ടും EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ആവശ്യപ്പെട്ട രേഖകൾ നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കാനും സാധ്യത. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിനീത വിജി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് MM വർഗീസിനോട് വീണ്ടും ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ 5-ന് ഹാജരാകാനായിരുന്നു ആദ്യഘട്ടത്തിൽ ED നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ നവകേരള സദസ്സ് നടക്കുന്നതിനാൽ അന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് MM വർഗീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനു മുൻപും ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യമാണ് MM വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഈ കരുവന്നൂർ ബാങ്കിൽ CPMന് ചില അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 5 അക്കൗണ്ടുകളാണ് ഉള്ളതെന്നും ഈ ഓരോ അക്കൗണ്ടിലൂടെയും ഏതാണ്ട് 75 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 2 രഹസ്യ അക്കൗണ്ടുകൾ കൂടി പാർട്ടിക്ക് ഈ കരുവന്നൂരിൽ ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനും അത്തരം കാര്യങ്ങളിലെ വിശദാംശങ്ങൾ തേടുന്നതിനും വേണ്ടിയാണ് MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിനോട് MM വർഗീസ് സഹകരിക്കുന്നില്ലെന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെന്റ്സുകൾ ഇനിയും ഹാജരാക്കിയിട്ടില്ലെന്നുമാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളും വിശദാംശങ്ങളും ഒന്നും നൽകിയില്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങിയേക്കും. ഇന്ന് ഈ MM വർഗീസിനൊപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിയും മുൻ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ MV രാജു, ഒപ്പം ഈ കരുവന്നൂരിന്റെ മുൻ വൈസ് പ്രസിഡന്റാണ് പീതാംബരൻ എന്നിവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഇവരെയും കഴിഞ്ഞ ദിവസം ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരുവന്നൂരിൽ കോടിക്കണക്കിന് രൂപയുടെ ബിനാമി ലോണുകൾ ലഭ്യമായിട്ടുണ്ട് എന്നും നേതാക്കളാണ് ഈ ബിനാമി ലോണുകൾക്കായി ശുപാർശ നൽകിയതെന്നുമാണ് അരവിന്ദാക്ഷൻ, ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരിക്കുന്നത്. AC മൊയ്തീൻ ഉൾപ്പെടെ ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് അരവിന്ദാക്ഷന്റെ മൊഴിയുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ആദ്യഘട്ട കുറ്റപത്രത്തിലും ED വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഈ ബാങ്കിന്റെ അക്കൗണ്ടുകൾ, അത് ആരുടെ പേരിലാണ് ഈ അക്കൗണ്ടുകൾ ഉള്ളത്, ആ അക്കൗണ്ടുകളിൽ എങ്ങനെയാണ് ഈ പണം എത്തിയത്, അത് കള്ളപ്പണം വെളുപ്പിക്കൽ ഏത് രീതിയിലാണ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയത്, എല്ലാ വിശദാംശങ്ങളും MM വർഗീസിൽ നിന്ന് അറിയാനാണ് ഈ ഘട്ടത്തിൽ ED ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.